ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ച് കോന്നി കല്ലേലിയിലെ ഹാരിസൺ എസ്റ്റേറ്റിൽ തൊഴിലാളികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ഇന്നലെ ലഭിക്കേണ്ട ശമ്പളം പോലും തൊഴിലാളികൾക്ക് നൽകാൻ മാനേജ്മെന്റ് വിസമ്മതിച്ചതോടെയാണ് എസ്റ്റേറ്റ് ഓഫീസിന് മുന്നിൽ തൊഴിലാളികൾ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത്. എല്ലാ മാസവും 17-ാം തീയതി കിട്ടുന്ന തുച്ഛ ശമ്പളം മേടിക്കാനാണ് പത്തനംതിട്ട കോന്നി കല്ലേലി എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ഇന്നലെ ഓഫീസിലെത്തിയത്. അപ്പോഴാണ് ശമ്പളമില്ലെന്ന വിവരം തൊഴിലാളികൾ അറിയുന്നത്. 5000 രൂപയിൽ താഴെ മാത്രം ശമ്പളം മേടിക്കുന്ന തൊഴിലാളികളുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന മറുപടിയാണ് മാനേജ്മെന്റ് സ്വീകരിച്ചത്. പ്രതിഷേധാഗ്നി മനസ്സിലടക്കി പിടിച്ച് ജീവിക്കുന്ന തൊഴിലാളിക്ക് ഇത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. കാട്ടാനകൾ കയറുന്ന അറിയാൻ മേലാത്ത വനങ്ങളെ കാട്ടിക്കിടക്കുന്നത്, അതിനകത്ത് കയറി ഞങ്ങൾ ടാപ്പിംഗ് ചെയ്യുന്നത്. ഇവിടുത്തെ കാട്ടുവേല തൊഴിലാളിക്ക് വരെ ഞങ്ങളുടെ ടാപ്പിങ്ങുകാരുടെ ശമ്പളത്തിലാണ് നിർത്തിയേക്കുന്നത്. അപ്പം ഞങ്ങൾ എങ്ങനെ പ്രതികരിക്കണം? മാനേജ്മെന്റിന് എങ്ങനെ പ്രതികരിക്കണം? അല്ലെങ്കിൽ ഗവൺമെന്റിനോട് എങ്ങനെ പ്രതികരിക്കണം? ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്തതിന് പേരില്ല 17-ാം തീയതി ശമ്പളം തന്നുകൊണ്ടിരിക്കുന്ന 24-ാം തീയതി ആക്കി. ഞങ്ങൾ ആ ബാക്കി ദിവസങ്ങൾ എങ്ങനെ കഴിഞ്ഞു കൂടും? ഇതോടെ എസ്റ്റേറ്റ് മാനേജറെ അടക്കം തടഞ്ഞു വെച്ച് തൊഴിലാളികൾ കുത്തിയിരിപ്പ് സമരം തുടങ്ങി. ശമ്പളം കിട്ടാതെ ലായങ്ങളിലേക്ക് തിരിച്ചു ചെന്നാൽ കുട്ടികളടക്കം പട്ടിണിയിലാകുമെന്നതാണ് തൊഴിലാളികളെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. ഫണ്ടില്ലാത്തതിനാൽ ഈ മാസം 24-ന് മാത്രമേ ശമ്പളം നൽകൂവെന്നാണ് ഹാരിസന്റെ നിലപാട്. ഒത്തുതീർപ്പ് ചർച്ചകളൊന്നും ഫലം കണ്ടില്ല. റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരരൂപങ്ങളിലേക്ക് നീങ്ങാനാണ് തൊഴിലാളികളുടെ തീരുമാനം. ക്യാമറമാൻ ഷമീർ പത്തനാപുരത്തിനൊപ്പം എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.